നിർമ്മാണ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ NHM പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം കൂടി, അത് റോഷി അഗസ്റ്റിൻ മിനിസ്റ്ററാണ്, അപ്പൊ അതുകൂടി ഞാൻ തന്നെ അതുകൂടി നടത്തിയതായിട്ട് അറിയിക്കും. ഒറ്റയടിക്ക് 3 വൻകിട പ്രധാന വികസന പദ്ധതികൾക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. അതിലേറ്റവും പ്രധാനം നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ ബോയ്സ് സ്റ്റേഡിയം തന്നെയാണ്. ശ്രീ KT ബിനു എന്നെ നീളം പിടിച്ചതുപോലെയാണ് പിടിച്ചത്. വിടാതെ അദ്ദേഹം എന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇത് എത്രമാത്രം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് എന്ന് മനസ്സിലായത്. ഇതിനുവേണ്ടി ഇത്രയും മെനക്കെടുന്നെങ്കിൽ അത് അത്രയും പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഇവിടെ വന്നപ്പോഴാണ് വേറെ ചില കാര്യം ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇത് KT ബിനു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സമയത്ത് കളിക്കൂട്ടം എന്ന ഒരു കായിക പരിശീലന പരിപാടി ഇവിടെ ആരംഭിച്ച കാര്യം, അത് പിന്നീട് ഹയർ റേഞ്ച് സ്പോർട്സ് അക്കാദമി ആയിട്ട് വളർന്നത്, അവിടെ നിന്ന് 19ഓളം കുട്ടികൾ ദേശീയ തലത്തിലൊക്കെ മത്സരിച്ചത്, അതൊന്നും ആ സമയത്ത് എനിക്കറിയില്ല കേട്ടോ. ബിനു, സ്വകാര്യം പിന്നെ പറയാം. അതൊന്നും ആ സമയത്ത് ഇത്രയും പ്രവർത്തനങ്ങൾ ഇവിടെ സ്പോർട്സ് മേഖലയിൽ നടന്ന കാര്യങ്ങളൊന്നും ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു. അതിപ്പോ ഇവിടെ വന്ന് സപ്ലിമെന്റ് ഒക്കെ നോക്കിയപ്പോഴാണ് ഈ കാര്യമൊക്കെ മനസ്സിലായത്. അപ്പൊ കായിക മേഖലയിൽ വളരെ ഗൗരവത്തോടു കൂടിയിട്ടുള്ള ഇടപെടൽ നടത്തി വന്നതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ ബോയ്സ് സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും നിർബന്ധ ബുദ്ധിയോടുകൂടി ഇതിന്റെ പുറകെ നിന്നത് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇതൊന്നും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുമില്ല. ഇത് വളരെ അത്യാവശ്യമാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ നടക്കുമെന്നുള്ള വലിയ ആശങ്കയുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിന്റെ നിയമക്കുരുക്ക്. എനിക്ക് തോന്നുന്നു ആദ്യം പറഞ്ഞത് പ്രയാസമാണെന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. പിന്നീട് അദ്ദേഹം എന്നെ വിടുന്നില്ല. നിർബന്ധ ബുദ്ധിയോടുകൂടി വീണ്ടും അദ്ദേഹം വരികയാണ്. ഇത് നടത്തിയേ പറ്റൂ എന്ന നിലയിൽ. ആ ഘട്ടത്തിലാണ് ഒരു ജനപ്രതിനിധി ഇത്രയും നിർബന്ധത്തോടെ പറയുമ്പോൾ അതിലൊരു കാര്യമുണ്ടാവും എന്ന ധാരണയിലാണ് ഉദ്യോഗസ്ഥരെയെല്ലാം വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത്. നമുക്കറിയാമല്ലോ, സാധാരണഗതിയിൽ ഉദ്യോഗസ്ഥർക്കൊക്കെ ഇത്തരം തൊട്ടാൽ പൊള്ളുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ കുറച്ച് ഭയമാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നാളെ അതിന്റെ കേസ് വരും എന്നൊക്കെ ഉള്ളതാണ് അവരുടെ ആശങ്ക. ആരും റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നതല്ല. എന്നാൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം നിർബന്ധപൂർവം ഞാനിത് പറഞ്ഞപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇടുക്കി പോലൊരു പ്രദേശത്തിന്റെ കാര്യമാണ്. നമുക്കത് ഏതെങ്കിലും നിയമപരമായ മാർഗത്തിലൂടെ ചെയ്യണം. ഞാൻ നിയമവും ചട്ടമൊന്നും ലംഘിച്ച് ചെയ്യണമെന്ന് ആരോടും പറയുന്നതാണ്. നിയമവും ചട്ടവും എന്തെങ്കിലും ആവട്ടെ, കാര്യം നടക്കണം. അങ്ങനെയല്ല, നിയമപരമായൊരു മാർഗം കണ്ടെത്തണം എന്നേ പറയാം. അങ്ങനെ പറഞ്ഞു. തദ്ദേശ വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറി അനുപമ IAS ആണ് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയത്. കാരണം നമ്മളത് പറയേണ്ടത്, പലപ്പോഴും നമ്മൾ ഉദ്യോഗസ്ഥരെ കുറ്റം പറയും, നിയമവും ചട്ടവും പറഞ്ഞ് ഒന്നും നടത്തില്ല എന്ന്. എന്നാൽ നിയമവും ചട്ടവും വെച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഊരാക്കുടുക്കുകൾക്ക് പരിഹാരം കാണാൻ കഴിയും എന്നും തെളിയിച്ചൊരു അനുഭവമാണ് ഇത്. നിയമപ്രകാരം തന്നെ, നിയമം ചട്ടമൊന്നും ലംഘിച്ചുകൊണ്ടല്ല. അതിനുവേണ്ടി കാര്യമായൊരു പരിശ്രമം നടത്തിയപ്പോൾ നമുക്കിങ്ങനെ ചെയ്യാം എന്നൊരു മാർഗം കണ്ടെത്തി യോഗം വിളിച്ചു ചേർത്തു, തീരുമാനമാക്കി, പരിഹാരമാക്കി. അപ്പൊ അതില് അതിയായ സന്തോഷമുണ്ട്. കാരണം അദ്ദേഹം അതിനുവേണ്ടി മെനക്കെട്ടത് ആലോചിക്കുമ്പോൾ ഇത് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് അറിയാമായിരുന്നു. അത് നടക്കുമ്പോൾ, ഒരു കാര്യം നടക്കില്ല എന്ന് കരുതിയൊരു കാര്യം നടത്താൻ ഒരു പങ്ക് വഹിക്കാൻ പറ്റുമ്പോൾ അത് സന്തോഷമുള്ളൊരു കാര്യമാണ്. ആ സന്തോഷം കൊണ്ടാണ് ഞാൻ ഇന്നതിന് എന്തായാലും എത്തിച്ചേരാം എന്ന് അറിയിച്ചത്. ഇടുക്കി ധാരാളം നല്ല കായിക താരങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് ഈ ദീർഘദൂര, മധ്യദൂര ഓട്ടത്തിലൊക്കെ
ഇപ്പൊ ഞാൻ വരുന്നത് നമ്മുടെ ചെറുതോണിയിൽ വെച്ച് ഈ സ്കൂൾ മീറ്റിൽ സബ് ജൂനിയർ 100 മീറ്റേഴ്സിൽ 38 വർഷത്തെ റെക്കോർഡ് തകർത്ത പ്രകടനം നടത്തിയ ദേവപ്രിയ എന്ന കുട്ടിയെ അനുമോദിച്ച, കുട്ടി ഉണ്ടായിരുന്നില്ല, കുട്ടിയുടെ അച്ഛനാണ് വന്നത്, അനുമോദിച്ചുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ധാരാളം കായിക താരങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇടുക്കി മാത്രമല്ല, ഞാൻ വരുന്ന പാലക്കാടും നമ്മുടെ അത്ലറ്റിക്സിന്റെ ഒരു നഴ്സറി എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലമാണ്. PU ചിത്രയെ പോലെ, മുഹമ്മദ് അഫ്സലിനെ പോലെ ഒക്കെയുള്ള കായിക താരങ്ങൾ പാലക്കാട്ടെ പറളി, മുണ്ടൂർ തുടങ്ങിയ സ്കൂളുകളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ഗ്രാമീണ മേഖലയിൽ നല്ല പ്രതിഭാശാലികളുണ്ട്. കായിക മേഖലയിൽ അവർക്ക് ശാസ്ത്രീയമായ പരിശീലനത്തിനുള്ള സൗകര്യവും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അത്ലറ്റുകളെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അത്തരമൊരു സൗകര്യം ഇന്നിവിടെ ഉണ്ടാവുകയാണ്. നിങ്ങളെല്ലാം നേരത്തെ മുതൽ ഇവിടെ നിൽക്കുന്നതാണ്. കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. 5 മണിക്ക് തുടങ്ങിയതാണ്. അതുകൊണ്ട് ഞാനിനി നീട്ടി പ്രസംഗിക്കുന്നതിൽ കാര്യമില്ല. ഞാൻ വരാൻ വൈകിയത് കൊണ്ടുണ്ടായ ഗുണം എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും പ്രസംഗിക്കാൻ പറ്റും. സാധാരണ എങ്ങനെയെന്ന് വെച്ചാൽ മന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രസംഗവും നടക്കില്ല. അപ്പോ ഞാൻ വരാൻ വൈകിയതുകൊണ്ട് എല്ലാവർക്കും പ്രസംഗിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ വേണ്ടത്ര പ്രസംഗം കേട്ട് സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. ഇനി എന്റെ പ്രസംഗം കൂടി അധികമായി പോയാൽ കൂടിപ്പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 1-2 കാര്യം മാത്രം പറഞ്ഞു നിർത്താം. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വലിയ മാറ്റം, വിപ്ലവകരമായ മാറ്റം വന്നിട്ടുള്ള ഒരു കാലയളവാണിത്. പണ്ട് തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് കേരളം അധികാര വികേന്ദ്രീകരണത്തിന് ഇന്ത്യക്ക് മാതൃകയാണ് എന്നൊക്കെ ഉള്ള കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷെ അപ്പോഴുണ്ടായിരുന്നൊരു പരാതി, പഞ്ചായത്തിൽ പോയാൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ പോയാൽ ഒരു കാര്യം നടന്നു കിട്ടണമെങ്കിൽ വലിയ പ്രയാസമാണ് എന്നതാണ്. പലതവണ നടക്കണം, പലതവണ കയറി ഇറങ്ങണം. ഇതാണ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നൊരു പരാതി. ഞാൻ മന്ത്രിയായപ്പോൾ വന്നൊരു വാട്സാപ്പ് മെസ്സേജ്, അതൊരിക്കലും മറക്കാത്തൊന്നാണ്. ഒരു ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി ഒരാൾ അയച്ചതാണ്. എന്റെ വീടിന്റെ ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി ഞാൻ ഇന്ന നഗരസഭയിൽ, എന്റെ പേരുണ്ട്, 3 മാസമായി കയറി ഇറങ്ങുന്നു. ഇതുവരെ കാര്യം നടന്നിട്ടില്ല. ഓരോ തവണയും ഓരോ കാര്യം പറഞ്ഞ് അവർ തിരിച്ചയക്കുമ്പോൾ എനിക്കൊരു പന്നിപ്പടക്കമെങ്കിലും അവിടെ എറിയണം എന്ന് തോന്നാറുണ്ട്. രോഷത്തോട് കൂടിയിട്ടുള്ള മെസ്സേജ്. ഇതൊരു 3 കൊല്ലം മുമ്പാണ്. അപ്പോഴാണ് സർക്കാർ തീരുമാനിച്ചത്, തദ്ദേശ വകുപ്പ് തീരുമാനിച്ചത്, ഇങ്ങനെ ആളുകൾ കയറിയിറങ്ങുന്നതിന് ഒരു പരിഹാരം ഉണ്ടാവണം. സേവനങ്ങൾ ഓൺലൈൻ ആവണം. നേരിട്ട് പോകാതെ തന്നെ സേവനം ലഭിക്കാൻ കഴിയണം. ഇപ്പൊ കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ കേരളത്തിലെ ഏത് തദ്ദേശ സ്ഥാപനത്തിലെയും ഏത് സേവനവും ലോകത്തെവിടെ ഇരുന്ന് നേടാം. നമ്മുടെ ഈ പഞ്ചായത്തിന്റെ പേരത്തെ കൊക്കയാർ അല്ലേ? കൊക്കയാർ മറക്കില്ല. കൊക്കയാർ എന്നുള്ള പേര് മറക്കില്ല. അത് മാത്രമല്ല, ഈ പറഞ്ഞ കാരണം കൊണ്ട് ബിനുവിനെ കണ്ടാൽ തന്നെ എനിക്ക് കൊക്കയാർ എന്നാണ് ഓർമ്മ. അപ്പൊ അതുകൊണ്ട് ഈ കൊക്കയാർ പഞ്ചായത്തിൽ നിന്നൊരു കാര്യം നടത്തണമെങ്കിൽ ലോകത്തെവിടെ ഇരുന്ന് ചെയ്യാം. ഇത് കാര്യം മനസ്സിലാക്കിയിട്ടില്ലാത്ത ആളുകൾ വിചാരിക്കും ഇതൊരു തള്ളല്ലേ, മന്ത്രി തള്ളുന്നതല്ലേ എന്ന്. കഴിഞ്ഞ ദിവസം ദീപാവലി ദിവസം ഒരു കല്യാണം നടന്നു. പാലക്കാട്ടെ കാവശ്ശേരി പഞ്ചായത്തിലാണ് നടന്നത്. കല്യാണ പന്തലിൽ വെച്ച് തന്നെ വധൂവരന്മാർ വിവാഹ സർട്ടിഫിക്കറ്റിന് ഓൺലൈനായിട്ട് അപേക്ഷ കൊടുത്തു. പന്തലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് വന്നു. ഞാനതിന്റെ വീഡിയോ, ഇവരപേക്ഷിക്കുന്നത്, ഓൺലൈനായിട്ട് അത് എടുക്കുന്നത് എല്ലാമുള്ളൊരു വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവച്ചു. 18 ലക്ഷം പേരാണ് അത് കണ്ടത്. അത് ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ദേശീയ പത്രങ്ങളും വാർത്തയാക്കി മാറ്റി. വാർത്തയാക്കിയെന്ന് മാത്രമല്ല, ഡൽഹിയിൽ നിന്നിറങ്ങുന്ന വളരെ പ്രഖ്യാതമായിട്ടുള്ള പത്രമാണ് ദ ഇന്ത്യൻ എക്സ്പ്രസ്. അവർ മുഖപ്രസംഗം എഴുതി, നോ യുവർ കപ്പിൾ, കേരളാസ് marriage registration through video KYC shows Kerala's strides in digital governance എന്നാണ് അതിന്റെ തലക്കെട്ട്. അങ്ങനെയാണ്, കേരളത്തിന്റെ വീഡിയോ KYC വഴിയുള്ള വിവാഹ രജിസ്ട്രേഷൻ കേരളത്തിന്റെ ഡിജിറ്റൽ വിപ്ലവത്തെ തെളിയിക്കുന്നു എന്നാണ്.
എഡിറ്റോറിയൽ. ഇന്ത്യൻ എക്സ്പ്രസ് മാത്രമല്ല, ഇന്ത്യയിലെ ഒന്നാം നിര പത്രങ്ങളായിട്ടുള്ള ദി ഇക്കണോമിക് ടൈംസ്, ബിസിനസ് സ്റ്റാൻഡേർഡ്, ദി ട്രൈബ്യൂൺ, ഹിന്ദുസ്ഥാൻ ടൈംസ്, ഇവരെല്ലാം പ്രാധാന്യത്തോടെ വാർത്ത കൊടുത്തു. സി ന്യൂസ് പോലുള്ള ടെലിവിഷൻ, സി ന്യൂസ്, ന്യൂസ് 18, CNN തുടങ്ങിയിട്ടുള്ള CNN, ന്യൂസ് 18 തുടങ്ങിയ ടെലിവിഷൻ ചാനലുകളൊക്കെ വാർത്ത കൊടുത്തു. ഹിന്ദിയിലെ ദൈനിക് ഭാസ്കർ ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള പത്രമാണ് അവര്. പിന്നെ തെലുഗു, തമിഴ്, കന്നഡ തുടങ്ങിയ പത്രങ്ങളിലെല്ലാം വാർത്ത. പക്ഷേ നമ്മുടെ മലയാള പത്രങ്ങളിലൊന്നും ഇത് വാർത്തയായില്ല. അതാണ് ഒരു പ്രത്യേകത. കേരളത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ വല്ലതും അറിയണമെങ്കിൽ ഇംഗ്ലീഷോ തമിഴോ തെലുങ്കോ പഠിച്ചിട്ട് ആ ഭാഷയിൽ പത്രം വായിക്കണം എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഞാൻ ആലോചിച്ചു, ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങൾ മുഖപ്രസംഗം വരെ എഴുതിയ ഒരു കാര്യത്തെക്കുറിച്ചൊരു നല്ല വാക്ക്, എന്തെങ്കിലും കുഴപ്പം കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വാർത്തയാകില്ല. അതില്ലെങ്കിൽ വാർത്തയില്ല. കുഴപ്പം കണ്ടുപിടിക്കാൻ ഭൂതക്കണ്ണാടി വെച്ച് നോക്കും, അതൊന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ വാർത്തയേ ഇല്ല. ഇതാണ് മനോഭാവം. അതുകൊണ്ട് കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് വാർത്തയായത്? ഇന്ത്യയിൽ ഈ സൗകര്യമുള്ള ഏക സംസ്ഥാനം കേരളമാണ് എന്നതുകൊണ്ടാണ്. കെ-സ്മാർട്ട് 1 കൊല്ലം മുമ്പാണ് നിലവിൽ വന്നത്. ഈ 1 കൊല്ലത്തിന് ഇടയിൽ 1,65,000 വിവാഹ രജിസ്ട്രേഷൻ കേരളത്തിൽ നടന്നതിൽ 70,937 എണ്ണം വീഡിയോ KYC വഴിയാണ്. ആദ്യത്തെ കെ-സ്മാർട്ട് വന്ന ശേഷം ആദ്യത്തെ വിവാഹ രജിസ്ട്രേഷൻ MLA നടക്കുന്നത് മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലാണ്. ഭാര്യ മാനന്തവാടിയിലാണ്, ഭർത്താവ് പക്ഷെ കാനഡയിലാണ്. കാനഡയിൽ സൂര്യൻ ഉദിച്ചാൽ മാനന്തവാടിയിൽ അസ്തമിക്കും, മാനന്തവാടിയിൽ ഉദിച്ചാൽ കാനഡയിൽ അസ്തമിക്കും. ഭൂമിയുടെ രണ്ടറ്റത്താണ്. പണ്ടാണെങ്കിൽ കാനഡയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വിമാന ടിക്കറ്റിന് മുടക്കി മാനന്തവാടി വരണം. രണ്ടാളും കൂടി പോയി അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്താൽ പറയും ശരി, ഒരാഴ്ച കഴിഞ്ഞ് വരും. ഒരാഴ്ച, അപ്പൊ ആകെ ഒരാഴ്ച എനിക്ക് ലീവ് ഉണ്ടാവുക, അപ്പൊ ഇയാളത് എക്സ്റ്റെൻഡ് ചെയ്യണം. ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ പറയും ശരി, വെയിറ്റ് ചെയ്യും. അപ്പൊ 10 മണിക്ക് ചെന്നു, 11 മണിയായി, 12 മണിയായി. അപ്പൊ പതുക്കെ തലയൊന്ന് ഉള്ളിലേക്കിടും. അപ്പൊ പറയും വരും, വരാതിരിക്കുന്ന ആള് വരും. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യും. 1 മണിയാവുമ്പോ പറയും ഏതായാലും നിങ്ങൾ ഊണ് കഴിക്കണമല്ലോ, ഊണൊക്കെ കഴിച്ചിട്ട് വന്നു. അവസാനം ഒരു 4 മണിയാവുമ്പോ പറയും ഇന്ന് പിന്നെ വരാൻ സാധ്യതയില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് വന്നു. 2 ദിവസം കഴിഞ്ഞ് എന്നാ പറയും 10 മിനിറ്റ് നിങ്ങൾ വൈകിപ്പോയി, 10 മിനിറ്റ് മുമ്പ് വന്നാൽ അത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ പോയതേ. അല്ലേ? ഇത് അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മളെല്ലാം അനുഭവിച്ചിട്ടുള്ളതല്ലേ ഇതൊക്കെ. ഇതായിരുന്നു പഴയ സ്ഥിതി. ഇപ്പോഴോ ഭർത്താവ് കാനഡയിലിരുന്നു, ഭാര്യ മാനന്തവാടിയിലിരുന്നു. കാനഡയിൽ പകലാണെങ്കിൽ ഇവിടെ രാത്രിയാണ്, അവിടെ രാത്രിയാണെങ്കിൽ ഇവിടെ പകലാണ്. പക്ഷെ അവിടെ തന്നെ 2 ടൈം സോണിലാണ്. എന്നിട്ട് ഓൺലൈനിൽ കയറി അപേക്ഷ കൊടുത്തു. മിനിറ്റുകൾ കൊണ്ട് വിവാഹ രജിസ്ട്രേഷൻ നടത്തി. ഇങ്ങനെ 70,937 കഴിഞ്ഞൊരു കൊല്ലത്തിനിടയിൽ. ഞാൻ ഈ കണക്ക് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, കാവശ്ശേരിയിലെ വീഡിയോ പങ്കുവെച്ചപ്പോ ചിലര് പറഞ്ഞു ഇത് മന്ത്രിക്ക് തള്ളാൻ വേണ്ടി. നമ്മുടെ നാട്ടിൽ എന്ത് കണ്ടാലും കുറ്റം പറയുന്ന ദോഷകൃത്തുക്കളുണ്ടല്ലോ, പ്രത്യേകം അറേഞ്ച് ചെയ്തതാണ്. ദീപാവലിക്ക് പഞ്ചായത്ത് തുറപ്പിച്ച് അന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ. ഈ പറയുന്ന അല്പബുദ്ധികൾ മനസ്സിലാക്കാത്ത കാര്യം എന്താന്ന് വെച്ചാൽ, ഇതിന് പഞ്ചായത്ത് തുറന്നിരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇവര് വിചാരിക്കുന്നത് അവധി ദിനത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പഞ്ചായത്ത് പോയി തുറക്കണം, അതിന്റെ ആവശ്യമില്ല. ഓൺലൈൻ സേവനം എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് എവിടെ ഇരുന്നും അപേക്ഷിക്കാം, ജീവനക്കാർക്ക് എവിടെ ഇരുന്നും ഫയലുകൾ അറിയാം. അതാണ് വ്യത്യാസം. അവധി ദിനത്തിന് വീട്ടിൽ നിന്ന് ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാം. ഇതാണ് വന്നിട്ടുള്ള ഒരു മാറ്റം. ബിൽഡിംഗ് പെർമിറ്റോ ഞാൻ പറഞ്ഞില്ലേ, 3 മാസമായിട്ട് കയറി ഇറങ്ങി പന്നിപ്പടക്കം അറിയാൻ തോന്നി എന്ന് പറഞ്ഞത്, അവിടെ നിന്ന് ഇപ്പൊ വന്ന മാറ്റം എന്താ? ഇന്നലത്തെ കണക്ക് ഞാൻ നോക്കി. ഈ 1 കൊല്ലത്തിനിടയിൽ 81,212 ബിൽഡിംഗ് പെർമിറ്റ് കൊടുത്തത് 30 സെക്കൻഡിൽ താഴെ സമയം കൊണ്ടാണ്. 30 സെക്കൻഡിൽ താഴെ സമയം കൊണ്ട് 3 മാസത്തിൽ നിന്ന് 30 സെക്കൻഡിലേക്ക് വന്നു. അപ്പൊ ചിലരുടെ പരാതിയുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ ഈ പറയുന്നത് എന്ന്. അതിൽ കാണേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ സമർപ്പിക്കുന്ന പ്ലാൻ കെട്ടിട നിർമ്മാണ ചട്ടം അനുസരിച്ചുള്ളതാണ്.
അതിന് വരയ്ക്കാൻ ചട്ടം അറിയുന്ന ആളെ വരയ്ക്കാൻ ഏൽപ്പിക്കണം. വല്ലവരെയും ഏൽപ്പിച്ച് വല്ലതും വരച്ചുണ്ടാക്കി കൊടുത്താൽ അപ്രൂവൽ കിട്ടില്ല. കാരണം ആളിരുന്നല്ല അപ്രൂവ് ചെയ്യുന്നത്, ആളിരുന്ന് അപ്രൂവ് ചെയ്യുന്നതല്ല. നിങ്ങൾ പ്ലാൻ ഓൺലൈനായിട്ട് സമർപ്പിക്കുന്നു, പ്ലാൻ ചട്ടം അനുസരിച്ചാണോ എന്ന് സെക്കൻഡുകൾ കൊണ്ട് വെരിഫിക്കേഷൻ നടത്തും. ഒരു ഉദ്യോഗസ്ഥരിരുന്നിട്ടല്ല. ആരാ വെരിഫിക്കേഷൻ നടത്തുന്നത്? സോഫ്റ്റ്വെയറിലെ റൂൾ എഞ്ചിൻ. ഓട്ടോമാറ്റിക് വെരിഫിക്കേഷൻ, ഓട്ടോമാറ്റിക് അപ്രൂവൽ. അതാണ് കാര്യം. പണ്ടാണെങ്കിൽ എങ്ങനെയാണ്? ആദ്യം ആളവിടെ പോയി പരിശോധിക്കും അല്ലെ? ഓവർസിയർ അല്ലെങ്കിൽ നേരിട്ട് വന്ന് പരിശോധിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോ പലതരം ഉദ്യോഗസ്ഥരുണ്ട്. ഒരു ഇഞ്ചിന് വിട്ടുവീഴ്ച ചെയ്യില്ല, ചട്ടപ്രകാരം മാത്രം സത്യസന്ധരായിട്ട് ഉദ്യോഗസ്ഥരുണ്ട്. ചിലരെന്ത് ചെയ്യും? ഒന്ന് കണ്ണടയ്ക്കും. ചട്ടത്തിൽ നിന്നൊക്കെ ലേശം വ്യത്യാസം ഉണ്ടെങ്കിലും ചിലപ്പോൾ പെർമിറ്റ് കൊടുക്കും. പക്ഷെ അതുപ്രകാരം ഉണ്ടാക്കിയ പിന്നെ നമ്പർ കിട്ടില്ല. അപ്പോഴേക്ക് മാറിയിട്ടുണ്ടാവും. ആ വഴങ്ങുന്ന ആളാവില്ല. ഇങ്ങനെയൊക്കെ ഉണ്ട്. ചിലര് കണ്ണടയ്ക്കും, പെർമിറ്റ് കിട്ടും. പക്ഷെ കണ്ണടയ്ക്കുന്ന സോഫ്റ്റ്വെയർ ഇല്ല. സോഫ്റ്റ്വെയർ ചട്ടം മാത്രം നോക്കും. ചിലർക്ക് കണ്ണടയ്ക്കണമെങ്കിൽ വെറുതെ കണ്ണടക്കില്ല, കൈയൊന്നും മടക്കണം. കൈ മടക്കുന്ന സോഫ്റ്റ്വെയറും ഭാഗ്യത്തിന് കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ടെന്താ? അതുകൊണ്ട് ചട്ടപ്രകാരമാണോ പ്ലാൻ, സെക്കൻഡ് കൊണ്ട് പെർമിറ്റ് കിട്ടും. ചട്ടപ്രകാരമല്ലേ, റിജക്റ്റ് ആവും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയേ ഉള്ളൂ. പഞ്ചായത്ത് കെട്ടിട നിർമ്മാണ ചട്ടം അറിയുന്ന ആളെ കൊണ്ട് വരയ്ക്കാൻ ഏൽപ്പിക്കണം. ഇപ്പൊ പലരും കുടുങ്ങുന്നത് എന്താണെന്നറിയോ? വരയ്ക്കുന്നവർക്കും കെട്ടിടം ഉണ്ടാക്കുന്നവർക്കും ചട്ടം അറിയില്ല, അവര് നോക്കൂല. നോക്കൂല. അവരെന്തെങ്കിലും വരയ്ക്കും, എന്തെങ്കിലും ഉണ്ടാക്കും. പിന്നെ കുടുങ്ങാൻ പോകുന്നത് ആരാ? ഈ വീട്ടുടമയാണ്. അവര് ആരെ കുറ്റം പറഞ്ഞു നടക്കും? അവര് പഞ്ചായത്തിനെ കുറ്റം പറയും, ജീവനക്കാരെ കുറ്റം പറയും, സർക്കാരിനെ കുറ്റം പറഞ്ഞു നടക്കും. യഥാർത്ഥത്തിൽ കുറ്റം ആരുടേതാണ്? ഇത് ചട്ടത്തിന് നേരെ വിപരീതമായിട്ട് ഉണ്ടാക്കി വെച്ച ആളുടേതാണ് കുറ്റം. അളവും നോക്കില്ല, ചട്ടത്തിൽ പറഞ്ഞ അളവൊന്നും ബാധകമില്ല, സെറ്റ് ബാക്ക് ഉണ്ടോ ഒന്നുമില്ല. അപ്പോ ചട്ടപ്രകാരമാണെങ്കിൽ സെക്കൻഡുകൾ മതി ഇപ്പൊ കാര്യം നടക്കാൻ. ഏത് സേവനവും ലൈസൻസ് എടുക്കണോ, ടാക്സ് അടയ്ക്കണോ, ലൈസൻസ് പുതുക്കണോ, ഇതിനൊന്നിനും നേരിട്ട് ഓഫീസിൽ പോകേണ്ട കാര്യമില്ല. എന്റെ ഫോണിൽ മെസ്സേജ് ഉണ്ട്. പല പ്രവാസികളുടെ ഖത്തറിൽ നിന്ന് ഒരാള് പറഞ്ഞു, നാട്ടിലെ പഞ്ചായത്തിലുള്ള എന്റെ വീടിന്റെ നികുതി 2 മിനിറ്റ് കൊണ്ട് അടച്ചു, ഒരുപാട് സന്തോഷമുണ്ട്, ഗംഭീര സംവിധാനമാണ് കെ-സ്മാർട്ട്. ലണ്ടനിൽ നിന്നൊരു പ്രവാസിയുടെ മെസ്സേജ് എന്താന്ന് വെച്ചാൽ, ഇതേപോലെ മിനിറ്റുകൾ കൊണ്ട് ടാക്സ് അടയ്ക്കാൻ പറ്റി അവിടെ ഇരുന്നിട്ട്. ഇവിടുത്തെ ഓൺലൈൻ സംവിധാനത്തെക്കാൾ മെച്ചപ്പെട്ടതാണ് നമ്മുടെ നാട്ടിലെ, അതിൽ ഭയങ്കരമായിട്ടുള്ള അഭിമാനം തോന്നുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊക്കെ ഇങ്ങനെ ഇവിടെ നിന്ന് പറയുന്നുണ്ടെന്നറിയാം. ഇതൊക്കെ വെറും തള്ളുന്നതാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെളിവ് കയ്യിലുള്ള, അല്ലെങ്കിൽ പറയും ഉറപ്പായിട്ടും വെറുതെ പറയുന്നതൊക്കെ പറയും. ഈ മാറ്റം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ബർത്ത് സർട്ടിഫിക്കറ്റ് മുതൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വരെ ഏത് രേഖയും ഏത് സേവനവും നേരിട്ട് പോകാതെടുക്കാം. ഒറ്റ സൗകര്യം മാത്രമേ ആവാത്തതുള്ളൂ, അവനവന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അവനവൻ തന്നെ എടുക്കാനുള്ള സൗകര്യമായിട്ടില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ആ സൗകര്യം എന്താ ആവാത്തതെന്ന് ചോദിക്കരുത്, അത് സൗകര്യം നൽകാനായിട്ടില്ല, അത്രയുള്ളൂ. ബാക്കിയെല്ലാം വിരൽത്തുമ്പിലാണ്. വിരൽത്തുമ്പിൽ. നിങ്ങൾക്ക് ഏതിലേക്കാണോ വേണ്ടത്? വാട്സാപ്പിലാണോ അയക്കേണ്ടത്? വാട്സാപ്പിൽ. ഇമെയിലാണോ? ഇമെയിലിൽ. ഓൺലൈനായിട്ട് ഇതിന് കിട്ടുകയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് പോലെ. പിന്നെ എല്ലാവരും ഇത് ഉപയോഗിച്ചു തുടങ്ങിയിട്ടില്ല. പക്ഷെ ഗണ്യമായിട്ടൊരു വിഭാഗം ഉപയോഗിച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ അമ്പലവയൽ പഞ്ചായത്ത് പോയപ്പോൾ സെക്രട്ടറി പറഞ്ഞു, സാറേ ഇപ്പോ പഞ്ചായത്തിൽ നേരിട്ട് വരുന്ന ആൾക്കാരുടെ എണ്ണം 3-1 കുറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരാളും വരാതാവണം, ആരും ഇങ്ങോട്ട് നടക്കരുത്, ഒരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടി. രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ കുറച്ച് വിഷമത്തോടെയാണ് പറഞ്ഞത്. പ്രസംഗത്തിൽ പറഞ്ഞു, എല്ലാം ഓൺലൈനായി, പണ്ടത്തെ പോലെ ആളൊന്നും മുനിസിപ്പാലിറ്റിയിൽ വരുന്നില്ല എന്നാണ്. ഒരാളും വരാതാവണം. പക്ഷെ അത് അതിവിദൂരല്ല. ഒരു 2 കൊല്ലത്തിന്റെ ഉള്ളിൽ കേരളത്തിലെ പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും ഒരാളും ഒരു കാര്യം നടക്കാൻ പോവില്ല. അതിന്റെ ആവശ്യം വരില്ല. ഇപ്പൊ തുടക്കമായതുകൊണ്ട് 100% ഇതിലേക്ക് മാറിയിട്ടില്ല. കാരണം ആൾക്കാർക്ക് ഇത് അറിയില്ല, പലർക്കും പഠിച്ചു വരുന്നതേ ഉള്ളൂ. ജീവനക്കാർക്കും ചിലർക്ക് ഇത് വേണ്ടത്ര വശമില്ലാത്ത പ്രശ്നമുണ്ട്.
പിന്നെ നന്നായിട്ട് വശമുണ്ടെങ്കിലും ആളെ മുന്നിൽ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ജീവനക്കാരും ഉണ്ട്. വെറുതെ കാണാൻ വേണ്ടിയിട്ടല്ല എന്ന് ഉറപ്പാണല്ലോ ആള് മുന്നിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവരും കുറച്ചുണ്ട്. എന്നാൽ അങ്ങനെയല്ല, കാര്യക്ഷമമായും സത്യസന്ധമായും ജോലി ചെയ്യുന്ന ജീവനക്കാരും ഉണ്ട്, അവരുമുണ്ട്. അപ്പൊ ഒരു സംവിധാനത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുകയാണ്. വലിയ മാറ്റം ഇപ്പൊ വന്നു കഴിഞ്ഞു. അതിവേഗത്തിൽ ഈ മാറ്റം പൂർണ്ണമായി തീരും. അപ്പോ ലോകത്തൊരു പക്ഷേ ഏറ്റവും വികസിത രാജ്യങ്ങളിലേതുപോലെ 1-2 കൊല്ലത്തിനുള്ളിൽ കേരളത്തിലെ പഞ്ചായത്ത് മുനിസിപ്പൽ സേവനങ്ങൾ നേടാൻ ഒരാളും ചെല്ലാത്ത സ്ഥിതി വരും. ഇപ്പൊ തന്നെ ചെല്ലേണ്ട കാര്യമില്ല, പക്ഷെ പലരും ചെല്ലുന്നു. അല്ലെങ്കിൽ അക്ഷയയിലേക്ക് പോകുന്നു. അക്ഷയയിലേക്കും പോകേണ്ട കാര്യമില്ല. ഇനി അവനവനിത് പഠിച്ച് ആയിട്ടില്ലെങ്കിൽ വീട്ടിലെ കുട്ടികളോട് പറഞ്ഞ് അവർ ചെയ്തു തരും. അത്രയേ ഉള്ളൂ കാര്യം. വളരെ ലളിതമാണ്. ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ ഉപയോഗിക്കാമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇതാണ് ഒരു മാറ്റം. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ പറയുന്നില്ല. എല്ലാം പറഞ്ഞാൽ സമയം വൈകിപ്പോവും. 4,64,304 വീടാണ് പണി കഴിച്ചത് ലൈഫിൽ. 4,64,304. 1,33,595 വീടിന്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടും കൂടി ചേർത്താൽ 5,98,000 വീടായി. ഇന്ത്യയിലെ ഏതെങ്കിലും കാലത്ത് എവിടെയെങ്കിലും നടന്നിട്ടുണ്ട്? നമ്മൾ ചെലവഴിച്ച തുക എത്രയെന്നറിയോ? 18,885.58 കോടി. കൃത്യം കണക്കാ പറഞ്ഞു. 19,000 കോടി എന്ന് പറയാം ഏകദേശം. ഇത് എങ്ങനെ കണ്ടെത്തിയതാ? വലിയ സാമ്പത്തിക ഞെരുക്കം സംസ്ഥാന സർക്കാരിന് മേൽ അടിച്ചേൽപ്പിച്ചൊരു കാലത്താണ്. നികുതി വിഹിതം വെട്ടിക്കുറച്ച്, വായ്പാ വിഹിതം വെട്ടിക്കുറച്ച്, GST കോമ്പൻസേഷൻ വെട്ടിക്കുറച്ചൊക്കെ വലിയ ഞെരുക്കത്തിലാക്കിയിട്ടും ഇത്രയും പൈസ നമ്മൾ എങ്ങനെ കണ്ടെത്തിയെന്നറിയും? 7,100 കോടി ഹഡ്കോയിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് വായ്പ എടുത്ത് പഞ്ചായത്തിൽ കൊടുത്തു. 5,600 കോടി സംസ്ഥാന ഗവൺമെന്റ് ബജറ്റിൽ നിന്ന് വിഹിതമായിട്ട് പഞ്ചായത്തുകൾ കൊടുത്തു. ബാക്കി 5,500 കോടി പഞ്ചായത്തുകൾ, ജില്ലാ, ബ്ലോക്ക്, ഗ്രാമം, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എല്ലാവരും കൂടി ചേർന്ന് വഹിച്ചു. അങ്ങനെ 17,000 കോടിയോളം. 2,000 കോടി കേന്ദ്ര വിഹിതം. 19,000 കോടിയാണ്. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം ഒരു ഫ്ളാറ്റ് ഉദ്ഘാടനം ചെയ്ത് നിങ്ങൾ കണ്ടോന്ന് എനിക്കറിഞ്ഞോട്ടെ. കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞതാ കാരണം. നല്ലതൊന്നും വാർത്തയാവാത്ത കാലമാണ്. ചേരിയിൽ കഴിഞ്ഞ 394 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി 13 നിലകളുള്ള ഒരു ഫ്ളാറ്റാണ് ലൈഫ് സംസ്ഥാന സർക്കാർ, കോർപ്പറേഷൻ എല്ലാവരും കൂടി ചേർന്ന് കൊച്ചിയിൽ നിർമ്മിച്ചത്. മുഖ്യമന്ത്രിയായിരുന്നു ഉദ്ഘാടനം. ഞാൻ എന്റെ അധ്യക്ഷനും ഞങ്ങൾ റിബൺ കട്ട് ചെയ്ത് ഉദ്ഘാടനം കഴിഞ്ഞ് ലിഫ്റ്റിൽ 13ാമത്തെ നിലയിൽ പോയി ഒരു ഫ്ളാറ്റ് തുറന്നു. എല്ലാ ഫ്ളാറ്റിനും ബാൽക്കണിയൊക്കെ ഉണ്ട്. ബാൽക്കണിയിൽ ഇറങ്ങി നിന്നപ്പോൾ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, കായല്, കടല്, അതിലൂടെ നീങ്ങുന്ന കപ്പല്, അത് ചേരി കഴിഞ്ഞ മനുഷ്യർക്ക് കൊടുത്ത വീട്. കൊച്ചി നഗരത്തിലെ ഏറ്റവും ഹൃദയ ഭാഗം എന്ന് പറയാവുന്ന സ്ഥലത്ത് കാശ് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ കോടികൾ വിലമതിക്കുന്ന ഫ്ളാറ്റാണ് സർക്കാർ സൗജന്യമായിട്ട് ഉണ്ടാക്കി കൊടുത്തത്. ഇത് നിങ്ങൾക്ക് ഇന്ത്യയിൽ, കേരളത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും സങ്കല്പിക്കാൻ പറ്റുന്ന കാര്യമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലെ ഒരു വലിയ നഗരത്തിൽ വന്നപ്പോൾ, ഏതാ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, താല്പര്യക്കാര് ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചു. അദ്ദേഹത്തിനെ സ്വീകരിച്ച് വലിയ വിശാലമായ റൂട്ടിലൂടെ ഘോഷയാത്രയാണ്. പക്ഷെ 2 സൈഡ് മുഴുവൻ കെട്ടിമറിച്ചിരിക്കുക. എന്താ കെട്ടിമറിക്കാൻ കാരണം? ഫോട്ടോ ഉണ്ടായിരുന്നു. കെട്ടിമറിക്കാനുള്ള കാരണം 2 സൈഡും ചേരിയാണ്. ചേരിയിൽ മനുഷ്യർ നരകതുല്യമായ ജീവിതം നയിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് കണ്ട് നമുക്ക് നാണക്കേട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് കെട്ടിമറിച്ചത്. കേരളത്തിൽ എന്താ ചെയ്തത്? ഇതാണ് വ്യത്യാസം. കേരളത്തിന് പുറത്ത് ചേരികൾ കെട്ടിമറിക്കുന്നു, കേരളത്തിൽ ചേരികൾ ഇല്ലാതാക്കാൻ കെട്ടിപ്പൊക്കുന്നു, ഫ്ളാറ്റുകൾ കെട്ടിപ്പൊക്കുന്നു. ഇതാണ് ബദൽ മാതൃക എന്ന് പറഞ്ഞാൽ. ഇതിനാണ് നവകേരളം എന്ന് പറയുന്നത്. ഇതാണ് നവംബർ 1-ാം തീയതി ചരിത്രപ്രധാനമായിട്ടൊരു ദിവസമാണ്. കേരളപ്പിറവി ദിനത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറാൻ പോവാണ് ഈ നവംബർ 1-ന്. ഇന്ത്യയിൽ ആദ്യത്തെ എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവില്ല, അത് വലിയ കാര്യമല്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ത്യയിൽ ഒന്നാമതാണ്. ചൈന കഴിഞ്ഞാൽ ലോകത്ത് അതിദാരിദ്ര്യം ഇല്ലാതാക്കിയ 2ാമത്തെ പ്രദേശമായിട്ട് കേരളം മാറുകയാണ്. പിന്നെ ചൈനയിൽ മാത്രമേ ഇത് വിജയകരമായി നടന്നിട്ടുള്ളൂ.
64,006 കുടുംബങ്ങളെ നമ്മൾ 2021 കണ്ടെത്തി. ആ കുടുംബങ്ങൾക്ക് വീടില്ലാത്തവർക്ക് വീട്, എല്ലാ കണക്കും പറ്റിയിലുണ്ട്, എല്ലാം ഞാൻ പറയാതിരിക്കുന്നത്. എത്ര പേർക്ക് വീട്, എത്ര പേർക്ക് സ്ഥലം, എത്ര പേർക്ക് ഉപജീവന മാർഗങ്ങൾ, എത്ര പേരുടെ വീട് പുനരുദ്ധാരണം, എല്ലാ കണക്കും ഓർമ്മയെടുത്ത് പറയാം. പക്ഷെ പറയാൻ നിന്ന് നിങ്ങൾ കുറച്ചു നേരം കൂടി കാത്തിരിക്കേണ്ടി വരുന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. 4 കൊല്ലം കൊണ്ട് ഈ 64,006 കുടുംബങ്ങൾക്കും അതിദാരിദ്ര്യത്തിന് കാരണമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി. എങ്ങനെയെന്നറിയോ? ഓരോ കുടുംബത്തിനും പ്രത്യേകം മൈക്രോ പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണത്. പഞ്ചവത്സര പദ്ധതി നമ്മൾ കേട്ടിട്ടുണ്ട്, സംസ്ഥാനത്തിന്റെ പ്ലാൻ ഉണ്ട്, പഞ്ചായത്തിന്റെ പ്ലാൻ ഉണ്ട്. പക്ഷെ ഓരോ കുടുംബത്തിനും സർക്കാർ, തദ്ദേശ സ്ഥാപനം പ്രത്യേകം മൈക്രോ പ്ലാൻ ഉണ്ടാക്കി. അങ്ങനെയാണ് ലക്ഷ്യം കൈവരിച്ചത്. ഈ പറഞ്ഞ പോലെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷെ അധികം വൈകാതെ തന്നെ അവർ വിവാദം കണ്ടുപിടിക്കും എന്തെങ്കിലും, എന്നിട്ടൊരു വാർത്ത കൊടുക്കും. എന്നാലും വിരോധമില്ല, വിവാദം ഉണ്ടാക്കിയിട്ടാണെങ്കിൽ ഒരു വാർത്ത കൊടുത്താൽ സന്തോഷം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിലെയും ലോകത്തെയും പ്രധാന മാധ്യമങ്ങൾ മുഴുവൻ ഇനി വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എന്നെ രാവിലെ വിളിച്ചത് സ്ട്രേറ്റ് ടൈംസ് എന്ന് പറയുന്ന സിംഗപ്പൂരിലെ ഏറ്റവും വലിയ പത്രത്തിന്റെ കറസ്പോണ്ടന്റ് ആണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ കുറിച്ച് സംസാരിക്കാൻ എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ചാൽ ലോകത്തത് ചൈനയിലെ പിന്നെ ഇങ്ങനെ വിജയകരമായി നടന്നിട്ടുള്ളൂ. ഇന്ത്യയിലെയും വിദേശത്തെയും മാധ്യമങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇക്കാര്യം. എങ്ങനെയാണ് കേരളത്തിന് ഇത് സാധ്യമായത് എന്നത്. നമ്മുടെ മാധ്യമങ്ങൾ അന്വേഷിക്കുന്നത് അതിലെന്തെങ്കിലും വിവാദത്തിന് സ്കോപ്പ് ഉണ്ടോ എന്നാണ്. അപ്പൊ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, മാലിന്യമുക്തം. ബ്രഹ്മപുരം കത്തിയത് 12 ദിവസം. ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടും തീ അണയ്ക്കാൻ പറ്റാതെ വന്നു. 12 ദിവസവും തീ മാത്രമല്ല ആളിക്കത്തിയത്, വിവാദവും ആളിക്കത്തി. എല്ലാ ദിവസവും രാത്രി ടിവിയിൽ ചർച്ച നടന്നു. ഓരോ മണിക്കൂറും ബ്രേക്കിംഗ് ന്യൂസുകളായിരുന്നു. അവസാനം തീ അണച്ചു, പുകയടങ്ങി, എല്ലാവർക്കും ശ്വാസം കിട്ടി. അതോടെ എല്ലാവരും മറന്നു. മാധ്യമങ്ങൾ അടുത്ത വിവാദം അന്വേഷിച്ചു പോയി. സർക്കാർ മാത്രം ആ കാര്യം മറന്നില്ല. ഇന്ന് 2 കൊല്ലം കഴിഞ്ഞപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ ഡംപ് സൈറ്റ് മാലിന്യമല, 110 ഏക്കറിൽ 9 ലക്ഷം മെട്രിക് ടൺ മാലിന്യം കുമിഞ്ഞുകൂടിയ സ്ഥലം ഇന്ന് പൂർണ്ണമായും ആ മാലിന്യം നീക്കം ചെയ്ത് നാം വീണ്ടെടുത്തു കഴിഞ്ഞു. സർക്കാർ മറന്നിരുന്നെങ്കിലും നടക്കില്ല. ബാക്കി എല്ലാവരും ഇത് അപ്പോഴേ മറന്നു. അസാധ്യം എന്ന് കരുതിയ കാര്യങ്ങൾ സാധ്യമാക്കുക. അപ്പൊ ശരി, ഇനി ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നീട്ടുന്നില്ല എന്ന് പറയുകയും പിന്നെ നിർത്തുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. ഈ മാറ്റങ്ങൾ കേരളത്തിലുണ്ടാവുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ മികച്ച നിലയിൽ കേരളത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ പിന്തുണ സർക്കാർ നൽകിയതാണ്. കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് 70,000 കോടി രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകിയത്. 70,000. 41,000 കോടി വികസന ഫണ്ട്, 18,000 കോടി മെയിൻ്റനൻസ് ഗ്രാന്റ്, 11,000 കോടി ജനറൽ പർപ്പസ് ഫണ്ട്. 41 + 18 59 + 11 70. 70,000 കോടിയാണ്. അപ്പൊ നമുക്ക് ഈ വികസന മുന്നേറ്റങ്ങളുടെ തുടർച്ച ഉണ്ടാക്കണം. ഇത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഈ ബോയ്സ് എസ്റ്റേറ്റ് സ്റ്റേഡിയം ഏറെ പണിപ്പെട്ട് ശ്രീ KT ബിനുവിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ എല്ലാ കുരുക്കുമഴിച്ച് തുടക്കം കുറിക്കുന്ന ബോയ്സ് എസ്റ്റേറ്റ് സ്റ്റേഡിയം സമയബന്ധിതമായിട്ട് ഇതിന്റെ പണി പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മികച്ച പ്രവർത്തനം നടത്തിയ വലിയ 3 പദ്ധതി ഇന്ന് മാത്രം ഉദ്ഘാടനം ചെയ്യാം. കൊക്കയാർ ഗ്രാമപഞ്ചായത്തിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ